എല്ലാ ഇടവക്കൂറുകാർക്കും 1202 വർഷഫലത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പഠനം, ജോലി, ബിസിനസ്, സാമ്പത്തികം, വാഹനങ്ങളും വസ്തുക്കളും, വിവാഹവും കുടുംബവും, ആരോഗ്യം, വെല്ലുവിളികളും അവസരങ്ങളും, അതുപോലെ ദോഷപരിഹാരങ്ങൾ എന്നീ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമന്റുകൾ നൽകുവാനും മറക്കരുത്. ഇടവക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കുവാനുള്ള അവസരം ഉണ്ടാകും. ഓട്ടോമൊബൈൽ, മറൈൻ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ പഠനം ഉദ്ദേശിക്കുന്നവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകും. നല്ല അവസരങ്ങൾ തേടി വരുമ്പോൾ യുക്തിപൂർവം തിരഞ്ഞെടുക്കുക. ജോലി സംബന്ധമായി ഇടവക്കൂറുകാർക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും സുഹൃത്തുക്കളും ബന്ധുക്കളും സഹായിക്കുന്നത് നിമിത്തം ഒരു ശമനം ലഭിക്കും. ആർട്ട്, ബിസിനസ്, ജ്വല്ലറി, ഡിസൈനിങ്, സെയിൽസ്, നെറ്റ്വർക്കിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ബിസിനസ്സുമായി നോക്കുമ്പോൾ വളരെ ഒരു നല്ല വർഷമാണ് ഇടവക്കൂറുകാർക്ക്. എഡ്യൂക്കേഷൻ, ജുഡീഷ്യറി, ലീഗൽ ഹെൽപ്പ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ മാനേജ്മെന്റ്, IT സെക്ടർ തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ബിസിനസിന്റെ വരുമാനം അതിൽ തന്നെ ഉപയോഗിച്ച് ബിസിനസ് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കണം. സാമ്പത്തികമായി പൊതുവെ നല്ല ഒരു വർഷമാണ് ഇടവക്കൂറുകാർക്ക്. പ്രോപ്പർട്ടിയിൽ നിന്നും ധനലാഭം ഉണ്ടാകും. ഫാമിംഗ്, കൃഷി, ഭക്ഷണ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നത് തുടങ്ങിയവ ചെയ്യുന്നവർക്കും ധനലാഭം കൂടുതലായി ഉണ്ടാകും. കുട്ടികളുമായി ബന്ധപ്പെട്ട ചിലവുകൾ വരാൻ ഇടയുള്ളതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നല്ല ഒരു മുൻകരുതലുകൾ ഉണ്ടാകേണ്ടതാണ്. ഇടവക്കൂറുകാർക്ക് സ്വത്ത്, വസ്തു തുടങ്ങിയ ഇടപാടുകൾക്ക് നല്ല വർഷമാണ്. പ്രത്യേകിച്ച് ധനുമാസത്തിന് ശേഷം നിലവിൽ തടസ്സങ്ങൾ മാറി നല്ല വസ്തു, വീട്, വാഹനം എന്നിവ ഉണ്ടാകുവാനുള്ള യോഗം കാണുന്നു. നിലവിൽ ഉള്ള വസ്തു വിൽക്കുവാൻ ശ്രമിക്കുന്നതും അനുകൂലമായിട്ട് തന്നെ മാറും. കുടുംബത്തിൽ വിവാഹപ്രായമായവർ, അവർക്ക് നല്ല വിവാഹയോഗം ഉണ്ടാകും. സന്താനങ്ങളിലൂടെ അഭിവൃദ്ധി ഉണ്ടാകും. സന്താനങ്ങൾ അവർക്ക് വിദേശവാസം, അംഗീകാരം മുതലായവ ലഭിക്കുന്നതിലൂടെ കുടുംബത്തിന്റെ അഭിവൃദ്ധി, പ്രശസ്തി എന്നിവ വർദ്ധിക്കും. സന്താനങ്ങൾക്ക് ധനവരുമാനവും വർദ്ധിക്കും. ആരോഗ്യ വിഷയത്തിൽ ഇടവക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വൃക്കകൾ, മൂത്രാശയം, ഗർഭാശയം തുടങ്ങിയവയ്ക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം. നിലവിൽ ഇത്തരം പ്രയാസങ്ങൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാവാനും കൂടുതൽ സാധ്യത ഉള്ളതുകൊണ്ട് അത്തരം വിഷയങ്ങളിലും നല്ല ഒരു ശ്രദ്ധ ആവശ്യമാണ്. പൊതുവെ ഇടവം രാശിക്കാർക്ക് 1202 വർഷം വളരെ ഗുണപ്രദമാണ്. മനസ്സിനെ നിയന്ത്രണം, ആരോഗ്യം, ചികിത്സ തുടങ്ങിയ വിഷയങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികം, ജോലി, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ അഭിവൃദ്ധിയും ഉണ്ടാകും. ഇടവക്കൂറുകാർ ദേവിക്ക് വഴിപാട്, ശിവക്ഷേത്രത്തിൽ ജലധാര തുടങ്ങിയവ ചെയ്യുന്നത് നല്ലതാണ്. നിത്യേന യോഗ, പ്രാണായാമം അഭ്യസിച്ച ശേഷം ജപം ശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇത്രയുമാണ് ഇടവക്കൂറുകാർക്ക് 1202 വർഷങ്ങളിലെ ഫലം ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഒരു 1202 വർഷം എല്ലാ ഇടവക്കൂറുകാർക്കും ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.